ഹലോ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ കാറിൻ്റെ റൈറ്റ് സൈഡ് ഡോർ ഞെളങ്ങി. അപ്പോൾ ഒരു ഡെൻ പുള്ളർ വെച്ച് ഞാൻ നോക്കാൻ ശ്രമിക്കുന്നതും അത് ഫെയിൽ ആവുന്നതും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഇത് ഓക്കെയാണ്, പക്ഷേ ആദ്യം ചൂടുവെള്ളം ഒഴിക്കണം എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ആദ്യം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും നൂരും എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫോളോവേഴ്സും പറഞ്ഞത് നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ അതാണ് ഈ വീഡിയോ. അപ്പം അവർ പറയുന്ന പോലെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ സാധനം വെച്ച് ഒന്ന് നിവർത്തി നോക്കാം. അതിന് മുന്നേ വേറൊരു ട്രിക്ക് കൂടി ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. സെല്ലോ ടേപ്പ് ഡോറിൽ ഒട്ടിച്ച് ഒരുപാട് സെല്ലോ ടേപ്പ് വീതം ഒട്ടിച്ചതിന് ശേഷം അത് വെച്ച് വലിച്ച് നോക്കുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ ഈ ചൂടുവെള്ളം ഒഴിച്ച് ചെയ്യുന്ന പരിപാടി വേണ്ടെന്ന് വെക്കും. അത് ഫെയിൽ ആവുകയാണെങ്കിൽ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഡെൻ പുള്ള് വെച്ച് നോക്കാൻ ഒന്ന് ശ്രമം നടത്തി നോക്കാം. അപ്പോൾ എന്തായാലും ആ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. കുറേ സമയം ഒട്ടിച്ചു. ഇത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ബെൻഡായത്, ഇത് ക്രോസ് ആയിട്ടാണ് ബെൻഡായത്. അപ്പോൾ അതുകൊണ്ട് ഡെൻ പുള്ളർ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇങ്ങനെ വാക്വം ടൈപ്പാണ്. ഏകദേശം 700 രൂപയായി. പലരും പറഞ്ഞു ഇത് ചൂടുവെള്ളം ഒഴിച്ചാലേ സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മുന്നെയാണ് ഞാൻ ഈ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. 100 ഓക്കെയാണ്, അല്ലെങ്കിൽ ഫെയിലായി. ബട്ട് അതും കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് കാര്യം സാധിക്കുകയുള്ളൂ. അതല്ലാതെ മറ്റു പലരും പറഞ്ഞു ഗ്ലൂ ഗണ്ണ് വെച്ചും ഇത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഗ്ലൂ ഗണ്ണ് മേടിക്കാനോ അല്ലെങ്കിൽ അത് എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. നമ്മളെ കൊണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള പരിപാടി മാത്രമേ നമ്മളിപ്പോൾ ശ്രമിക്കുന്നുള്ളൂ. ഓക്കെ, എന്തായാലും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു സെല്ലോ ടേപ്പായിരുന്നു, ബട്ട് അത് ഫെയിലാണ്. അപ്പം ആ ഒരു പരീക്ഷണവും ഫെയിലായി. അപ്പോൾ ഇനി അടുത്തത് ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ചൂടുവെള്ളം കെറ്റിലിനകത്ത് 100 ഡിഗ്രി സെൽഷ്യസ് തിളച്ചതിന് ശേഷം ആ കെറ്റിലെ വെള്ളം കൊണ്ടൊഴിച്ചിട്ടാണ് ഇപ്പം നോക്കാൻ ശ്രമിക്കുന്നത്. ആ ഒഴിക്കുന്നതിന് മുന്നേ എൻ്റെ തൊട്ട് താഴെ ഡോർ പാഡ് ഇത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കാണ്, അതിൽ ചിലപ്പോൾ ഉരുകാൻ സാധ്യതയുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. ഹൈ ടെമ്പറേച്ചർ ചൂടുവെള്ളമാണ്. സോ അതൊന്ന് മാസ്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ ആ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ച് മാസ്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ട് താഴെ ഇരിക്കുന്ന ഭാഗം ഉരുക്കി കളയേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അവിടെ മാസ്കിൻ്റെ ടേപ്പ് വെച്ച്, അല്ലെങ്കിൽ മാസ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ബ്ലാക്ക് ഇരിക്കുന്ന ഭാഗത്ത്. അപ്പം അത് ഒരു അത്രയും നീളത്തിലൊരു ന്യൂസ് പേപ്പർ വെച്ച് അതിൻ്റെ പുറത്തൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു മാസ്കായിട്ടിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചാലും പ്ലാസ്റ്റിക് ഇരിക്കുന്ന ഭാഗം ഉരുവാൻ സാധ്യതയില്ല. അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വെള്ളം തിളപ്പിക്കാൻ കെറ്റിലിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ പ്ലാസ്റ്റിക് വെച്ച് മാസ്ക് ചെയ്യുന്ന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ആ പ്ലാസ്റ്റിക്കിന് തൊട്ട് മുകളിലോട്ടായിരിക്കും വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒരിക്കലും വീഴില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ നോക്കുക. അങ്ങനെ ഒരു സൈഡ് മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു, പേപ്പർ വെച്ച് സെല്ലോ ടേപ്പ് വെച്ചും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഇങ്ങനത്തെ സൈഡ് കൂടി ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. നമ്മൾ വെള്ളം ഇത് ഡെൻഡായിട്ടിരിക്കുന്നത് ക്രോസ് ആയിട്ടാണ്, അപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇതല്ല. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏത് സൈഡിലോട്ടാണ് വെള്ളം പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ രണ്ട് സൈഡും കംപ്ലീറ്റ് മാസ്ക് ചെയ്തിട്ടേ ഈ ചൂടുവെള്ളം ഒഴിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അതും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്തിട്ട് വേണം ചൂടുവെള്ളം ഒഴിക്കാൻ. ചൂടുവെള്ളം കെറ്റിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. അപ്പം രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഡോർ പാഡ് ഫുള്ള് മാസ്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിളച്ച വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒഴിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു ഡെൻ പുള്ളർ വെച്ച് വരച്ച് നോക്കാൻ. നമ്മുടെ ഫോളോവേഴ്സ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അവരും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ വാക്ക് നമ്മൾ തള്ളിക്കളയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഫോളോവേഴ്സാണ് ഏറ്റവും വലുത്. അങ്ങനെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഡെൻ പുള്ളർ വെച്ചിട്ട് ഒന്ന് വരച്ച് നോക്കാം. 100 ഓക്കെ, 12,500 രൂപ ലാഭിക്കാം. 100 ഈ ഒരു ശ്രമവും പാഴായിപ്പോയി. ബട്ട് എന്ത് ചെയ്യാനാ, നമ്മളിപ്പം സാഹചര്യമാണ്. നമ്മുടെ ഫ്രണ്ട് കൊണ്ടുപോയി എവിടെയോ കൊണ്ടിട്ട് പണി പറ്റിച്ചാണ്. നമ്മളവനോട് ഒരു ക്ലോസ് ഫ്രണ്ടായിപ്പോയി. നമുക്ക് പൈസ ചോദിക്കാനോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം വണ്ടി വലിയ ഓട്ടം ഇല്ലാത്തതുകൊണ്ട്, ഓട്ടമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ റെഡി ആവാത്തത്. പിന്നെ ഒരു വീഡിയോയും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് സക്സസ് ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കെറ്റിലെ വെള്ളം റെഡി ആയതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് ഒഴിക്കുകയാണ്. നല്ല ഹീറ്റായിട്ടാണ് വെള്ളം ഇരിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് തിളച്ച വെള്ളമാണ്. അപ്പം അത് വെച്ച് ഒന്ന് പരീക്ഷണമാണ്. സക്സസ് ആവുകയാണെങ്കിൽ ഈസിയാണ്. ബട്ട് വെള്ളം ഒഴിച്ചു. നമുക്ക് വണ്ടി ചരിച്ച് വെച്ച് വെള്ളം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും നല്ല ചൂടുള്ളത് കൊണ്ടാണ് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ഈർപ്പം പിടിക്കുന്നത്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു പരീക്ഷണമാണ്. സോ ആ ഡോറിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒഴിച്ച്
ആ ഡെൻറ്റ് ക്രോസ് ആയിട്ടാണ് ഡെൻറ്റായിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രോസ് ആയിട്ടേ അതിൽ ചൂടുവെള്ളം ഒഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു മാക്സിമം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു, തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു. അതിനുശേഷം ഈ ഡെൻ പുൾട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം. ഓക്കെ ആവുമെങ്കിൽ ഓക്കെ ആവട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. ഇത് ഫോളോവേഴ്സ് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് കരുതുന്നു. നമ്മളൊരു പരീക്ഷണം മാത്രമാണ്, അതല്ലാതെ തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ല, ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് വെച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം. ഇത് കിട്ടുന്നുണ്ടോ? അപ്പം ചൂടുവെള്ളം ഒഴിച്ചു, അതിനുശേഷം ഡെൻ പുൾട്ടർ വെച്ച് പിടിച്ചു നോക്കി. സംഭവം ഫെയിലാണ്. അപ്പം കമൻറ്റ് ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് ഇതിൽ അറിയാമെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ഫെയിലാണ്. എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡെൻ പുൾട്ടറിനെ കുറച്ച് അഴുക്ക് പറ്റിയെന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നാക്കിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.